കേരളത്തിലെ സമസ്ത മേഖലകളിലുമുള്ള ഗ്രാമപ്രദേശങ്ങൾ തൊട്ട് നഗരങ്ങളിൽ വരെയുള്ള വിവിധ സഹകരണ സ്ഥാപനങ്ങൾ, അത് നാട്ടിൻപുറത്തെ സാധാരണ പരിധിയിൽ പ്രവർത്തിക്കുന്ന ചെറിയ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തൊട്ട്, അതേപോലെ തന്നെ ചെറിയ കുഞ്ഞു സഹകരണ ബാങ്കുകൾ തൊട്ട്, അർബൻ ബാങ്കുകൾ തൊട്ട് വന്നിട്ട് സംസ്ഥാന മേഖലയിൽ തന്നെ സംസ്ഥാന സഹകരണ ബാങ്ക് വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ മേഖലയാണത്. ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് തുടരുന്നത് സോവിയറ്റ് യൂണിയനിലൊക്കെ ഈ ജനകീയ കൃഷി സമ്പ്രദായം, കൂട്ടുകൃഷി സമ്പ്രദായമൊക്കെ തുടങ്ങിയതുപോലെയുള്ള രീതിയിൽ മൈക്രോ ഫിനാൻസിൻ്റെ ഒക്കെ മറ്റൊരു രൂപം, ആ രീതിയിൽ ആളുകളെ ഇപ്പോൾ അയൽക്കൂട്ടത്തിന് ആഭിമുഖ്യത്തിലുണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് അവർക്കൊരു സഹായത്തിന് ലോൺ എടുക്കാനും അവരുടെ ചെറിയ രീതിയിലുള്ള കുഞ്ഞും ആ ദിവസം ഇത്ര രൂപ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇത്ര രൂപയൊക്കെ വെച്ചിട്ട് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ചെറിയ രീതിയിലുള്ള അവരുടെ ഒരു സമ്പാദ്യത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു സംവിധാനം എന്ന രീതിയിലാണ് വന്നിരുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ അഴിമതിയുള്ള മേഖലയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറുന്ന, അതിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തുന്ന സ്വകാര്യ ബാങ്കിങ് ഏജൻസികളും ഉണ്ട്.